നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM ഒരു വ്യത്യസ്തമായ തന്ത്രം മെനയുകയാണ്. ഇപ്പോൾ നിലവിൽ 50% സീറ്റുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ CPM എടുക്കുന്ന സമീപനം ഇത്തവണ 50% സംവരണം സ്ത്രീകൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ കൂടുതൽ ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. 50% സംവരണത്തിനോടൊപ്പം തന്നെ കൂടുതൽ ജനറൽ സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുമ്പോൾ ഏതാണ്ട് 70% സ്ത്രീകളായിരിക്കും സ്ഥാനാർത്ഥികൾ. അങ്ങനെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും സ്ത്രീകളാക്കി മാറ്റിക്കൊണ്ടുള്ള രാഷ്ട്രീയ തന്ത്രം ഒരു തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തിനായി രൂപീകരിക്കുകയാണ് CPMൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന വാർഡുകൾ അല്ലെങ്കിൽ ഡിവിഷനുകളാണ്. ഈ വാർഡുകളിലും ഡിവിഷനുകളിലും അത്യാവശ്യം സ്ത്രീകൾ നിന്നാൽ പ്രദേശവാസികളുടെയും അയൽപക്കത്തുള്ളവരുടെയും എല്ലാവരെയും വോട്ടുകൾ കിട്ടും. പുരുഷന്മാരുടെ പോലെ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾ സ്ത്രീകൾ നിന്നാൽ ഉണ്ടാവുകയില്ല. രാഷ്ട്രീയ പരിഗണനയ്ക്കപ്പുറമുള്ള വോട്ടുകളായിരിക്കും പൊതുവെ സ്ത്രീകൾക്ക് ലഭിക്കുക. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള സഹോദരി, അമ്മ, ചേച്ചി, അധ്യാപിക, സുഹൃത്ത് എന്നിങ്ങനെയുള്ള പരിഗണനയെല്ലാം സ്ത്രീകൾക്ക് ലഭിക്കുന്നത് കൊണ്ട് സ്ത്രീകളെ സ്ഥാനാർത്ഥികളായി കൂടുതൽ അവതരിപ്പിച്ചാൽ സീറ്റുകൾ കൂടുതൽ നേടാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ CPM നേതൃത്വം. അതുകൊണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 70%-ലധികം സീറ്റ് നൽകാനുള്ള ഒരു തന്ത്രവുമായാണ് ഇപ്പോൾ CPM കേരള നേതൃത്വം മുന്നോട്ട് പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയാൽ മാത്രമേ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയുള്ളൂ. അത് CPMന് നന്നായി അറിയാം. 2021 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 70% തദ്ദേശ സ്ഥാപനങ്ങളും CPM നേടിയിരുന്നു. അതിൻ്റെ പ്രതിഫലനം അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും തമ്മിൽ ഏതാനും മാസങ്ങളുടെ അല്ലെങ്കിൽ ദിവസങ്ങളുടെ തന്നെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ട്രെൻഡ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് എന്താണോ അത് പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM കൂടുതൽ സ്ത്രീകളെ അല്ലെങ്കിൽ വനിതാ സ്ഥാനാർത്ഥികളെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനുകൾ, കൊല്ലം കോർപ്പറേഷനുകൾ, എറണാകുളം പോലുള്ള, കൊച്ചി പോലുള്ള കോർപ്പറേഷനുകളെല്ലാം തന്നെ കൂടുതലും ഡിവിഷനുകളിൽ സ്ത്രീകൾക്ക് നൽകാൻ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ കൂടുതൽ സ്വാധീനമുള്ള ജനങ്ങൾക്ക് മതിപ്പുള്ള സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ, അത് പാർട്ടിക്കാർ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്വതന്ത്രരായ സ്ത്രീകളെയും സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളല്ലാത്ത സമൂഹത്തിൽ വിലയും മാന്യതയിലുമുള്ള സ്ത്രീകളെ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികളാക്കി നിർത്തിക്കൊണ്ട് അത്തരം ഡിവിഷനുകളും വാർഡുകളും പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം CPM ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇത്തവണ CPM സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കുമെന്നുള്ള സൂചന ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 60%-ലധികം 70%-അടുത്ത് സ്ത്രീകളായിരിക്കും CPM സ്ഥാനാർത്ഥികളായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന വിവരം.